വേട്ടക്കാർക്കെതിരെ ഇരകളുടെ പ്രത്യാക്രമണം തുടങ്ങുന്നു. പ്രതികാരമെന്ന് തോന്നാമെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും നീതികേട് കാട്ടാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പുമാണിത്. നവകേരള നായകന്റെ അന്വേഷണ ഉത്തരവാണിത്. അത് മന്ത്രിസഭാ രൂപീകരണം നടന്ന ഉടനെയുള്ള ഉത്തരവ്. 2023 നവംബർ ഡിസംബർ മാസങ്ങളിലായി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിനോടനുബന്ധിച്ച് നടന്ന ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മൃഗീയമായി കേരള മുഖ്യന്റെ ഗൺമാൻമാർ എന്ന പേരിൽ കൂടെ കൊണ്ടു നടന്ന 2 ഗുണ്ടകൾ തല്ലിച്ചതച്ചത്. അന്ന് ഒന്നിലധികം സ്ഥലങ്ങളിലായാണ് യൂത്ത് കോൺഗ്രസുകാർ ആക്രമണത്തിന് ഇരയായത്. നവകേരള യാത്രയുടെ തുടക്കത്തിൽ കല്യാശ്ശേരിയിലും പഴയങ്ങാടിലും കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഹെൽമറ്റും ഇരുമ്പുവടിയും ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. ഭരണകൂടത്തിന്റെ മുഴുവൻ ഒത്താശയും അന്ന് ഡിവൈഎഫ്ഐക്കാർക്കുണ്ടായിരുന്നു. കൃത്യമായ നിർദ്ദേശത്തോടെയും സംരക്ഷിക്കാമെന്ന ഉറപ്പിന്മേലുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ അഴിഞ്ഞാട്ടം. ബസിന് മുന്നിലേക്ക് എടുത്തു ചാടിയ പ്രതിഷേധക്കാരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ജീവൻ രക്ഷാപ്രവർത്തനം മാത്രമാണ് അതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഒരു തരം പരിഹാസവും പ്രതിപക്ഷത്തെ വിലകുറിച്ച് കാണലുമായിരുന്നു. സമൂഹത്തെ 100 വട്ടം ചിന്തിക്കാൻ പര്യാപ്തമാക്കിയിരുന്നു ആ വാക്കുകൾ. ഒരു ഭരണകൂട മണികളെ ഗുണ്ടകളായി വളരാൻ പ്രോത്സാഹനം നൽകുന്ന കാഴ്ചയായിരുന്നു അത്. കുറച്ച് കിറ്റുകളും സ്പെഷ്യൽ ഏരിയയും നൽകിയാൽ ഏത് അക്രമ ഭരണകൂടത്തെയും ജനം തോളിലേറ്റുമെന്ന മിഥ്യാബോധമായിരുന്നു പിണറായിയുടേത്. ജനങ്ങളെ തീരെ വില കുറച്ച് കണ്ട സമീപനം. 2023 നവംബർ 20-നാണ് പഴയങ്ങാടിലെ സംഭവം നടന്നതെങ്കിൽ അതേ വർഷം ഡിസംബർ 15-നാണ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരായ AD തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ തല്ലിച്ചതച്ചത്. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമാണെന്നും അത് അപകീർത്തികരമോ നിയമവിരുദ്ധമോ ആയ കാര്യമല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചതാണ്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന സന്ദീപ് BS എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് യൂത്ത് കോൺഗ്രസുകാരെ മൃതപ്രായരാക്കിയത്. അതും പ്രശ്നങ്ങൾ വളരെയധികം ശാന്തമായ ഘട്ടത്തിൽ. അന്ന് തന്നെ DUDFിലെ പല നേതാക്കളും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാൻ ഇടതുപക്ഷത്തോടും അന്നത്തെ ഗുണ്ടകളോടും വാണിംഗ് നൽകിയതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും രസകരമായ കാര്യം അന്ന് ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ മർദ്ദനമേറ്റ AD തോമസ് ഇന്ന് ആലപ്പുഴയിലെ കോൺഗ്രസ് MLA ആണ് എന്നുള്ളതാണ്. 2023 ഡിസംബർ 15-ന് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് കരിങ്കൊടി കാണിച്ചതിന് AD തോമസിനെ ഗൺമാൻ അനിൽകുമാറും സംഘവും ലാത്തി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഇപ്പോൾ CPMന്റെ സിറ്റിംഗ് MLA ആയ PP ചിത്തരഞ്ജനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കാലം കാത്തുവെച്ച കാവ്യനിധി പോലെയാണ് ആ KSUവിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഇന്ന് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ MLA ആയി മാറിയതും UDF അധികാരത്തിൽ തിരിച്ചുവരികയും ചെയ്തത്. അന്ന് UDFിന്റെ നേതാക്കൾ പലരും ഓങ്ങി പറഞ്ഞതാണ് കാലം ഒരേ നിൽപ്പിൽ നിൽക്കില്ലെന്നും അധികാര കസേരകളിലെ ആസനങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്നും. ആ വാക്കുകൾ അർത്ഥപൂർണമായി ഭവിച്ചിരിക്കുന്നു. VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുപ്പുറപ്പിച്ചിരിക്കുന്നു. അന്ന് ഇരകൾ പിണറായിയുടെ പോലീസിൽ ഗവൺമെന്റിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും ക്രൂരതകൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു. പക്ഷേ കേസിൽ പ്രതിസ്ഥാനത്തെത്തിയത് ഇരകളാണ് എന്ന് മാത്രം. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചത് തൂക്കിക്കൊല്ലാൻ പാകത്തിലുള്ള കുറ്റമായി കണ്ടുകൊണ്ടാണ് ഇരകൾക്കെതിരെ പിണറായി പോലീസ് കേസെടുക്കുകയും അപരാധികളെ വിട്ടുകളയുകയും ചെയ്തത്. കൃത്യമായ തെളിവുകൾ തല്ലിച്ചതക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലും ഉണ്ടായിട്ടും പിണറായിയുടെ പോലീസിന്റെ കുറ്റവാളികളെ കണ്ടെത്താനായില്ല. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ മർദ്ദനമേറ്റവർ ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ഗൺമാൻമാർക്കെതിരെ കേസെടുക്കാൻ പോലീസിനോട് ഉത്തരവിട്ടു.
തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. പക്ഷേ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. പക്ഷേ അന്ന് കോടതിയുടെ നിലപാട് വളരെ കൃത്യമായിരുന്നു. കോടതി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമാണെന്നും അത് അപകീർത്തികരമോ നിയമവിരുദ്ധമോ ആയ കാര്യമില്ലെന്നുമാണ്. ഇന്ന് കഥ മാറി. പിണറായിയുടെ ഭരണം മാറി. സ്വന്തം കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെയും അതിന് നിർദ്ദേശം നൽകിയവരെയും കണ്ടെത്താൻ ആദ്യം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. അന്വേഷണ സംഘത്തിന്റെ ക്യാപ്റ്റനായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി AP ഷൗക്കത്ത് അലിയെ നിയോഗിക്കുകയും ചെയ്തു. ആരാണ് SP ഷൗക്കത്ത് അലി? കേരള പോലീസിലെയും ദേശീയ അന്വേഷണ ഏജൻസിയിലെയും മികവുറ്റ ഉദ്യോഗസ്ഥനായിരുന്നു. പ്രമുഖവും സങ്കീർണവുമായ നിരവധി കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചതിലൂടെയും ഏറെ ശ്രദ്ധേയനായി. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് SP ആയി ജോലി ചെയ്യുകയാണ് പുതിയ ദൗത്യം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച പ്രത്യേക സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു AP ഷൗക്കത്ത് അലി. അന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന അദ്ദേഹം കൃത്യമായ ശാസ്ത്രീയ സാങ്കേതിക തെളിവുകൾ ശേഖരിച്ച് പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഡെപ്യൂട്ടി സൂപ്രണ്ട്, അഡീഷണൽ SP എന്നീ പദവികളിൽ NIA ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ നിരവധി കേസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലെ കനകമലയിൽ ISIS ഭീകരർ യോഗം ചേർന്നതും തുടർന്നുണ്ടായ ഗൂഢാലോചനകളും അന്വേഷിച്ച NIA സംഘത്തിന് നേതൃത്വം നൽകിയത് ഷൗക്കത്ത് അലിയായിരുന്നു. കേരളത്തിലെ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവെച്ച തിരുവനന്തപുരം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച NIA സംഘത്തിലെയും പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. കേരള സർവീസിൽ സർക്കിൾ ഇൻസ്പെക്ടർ, DYSP എന്നീ നിലകളിൽ ദീർഘകാലം മികച്ച രീതിയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് 2018 സെലക്ട് ലിസ്റ്റ് പ്രകാരം 2021 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം IPS പദവി നൽകി ആദരിക്കുകയും ചെയ്തു. NIA ഡെപ്യൂട്ടേഷന് ശേഷം കേരള പോലീസിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരോട് പക തീർക്കേണ്ടത് കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ആയിരിക്കണം. അതല്ലാതെ പ്രതിയോഗികളെ തല്ലിച്ചതച്ചാവരുത്. ഏതെങ്കിലും ജനതയോട് അവരോടുള്ള വെറുപ്പിന്റെ പേരിൽ അനീതി പ്രവർത്തിക്കരുത്. അങ്ങനെ അനീതി കാണിച്ചാൽ അവരെ ചോദ്യം ചെയ്യാനും തുറുങ്കിലടക്കാനും മറ്റൊരാൾ ഉയർത്തെഴുന്നേറ്റ് വരും.